ഓം ശാന്തി. എൻ്റെ എന്ന അഭിമാനം ഉപേക്ഷിച്ച് ബാബയ്ക്ക് സമാനമാകുന്നതിനുള്ള യോഗാഭ്യാസം. ഞാൻ ഒരു ജ്യോതിർബിന്ദു ആത്മാവാണ്, ഭാഗ്യശാലിയാണ്. ആരെയാണോ ജന്മജന്മാന്തരങ്ങളായി തിരഞ്ഞുകൊണ്ടിരുന്നത് ആ ഭഗവാനെ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. സ്വയം ആ സർവശക്തിവാന്റെ പാലനയിൽ കഴിയുന്ന പരമാത്മാ സൗഭാഗ്യശാലി ആത്മാവാണ് ഞാൻ. കലിയുഗത്തിൻ്റെ ഘോരാന്ധകാരത്തിൽ ദിശ തെറ്റി തളർന്നുടഞ്ഞ എൻ്റെ മുന്നിൽ അന്ധകാര ഇടനാഴിയിൽ ഒരു സുവർണ ശോഭിതമായ പാദമുദ്ര തെളിയുകയാണ്. അതിന്മേൽ പ്രതീക്ഷയോടെ ചുവട് വെച്ച എനിക്ക് മുന്നിലായി പ്രകാശപൂരിതമായ ആ കാൽപ്പാടുകൾ ഓരോന്നായി തെളിഞ്ഞ് ഒരു പാത പ്രത്യക്ഷമാക്കുകയാണ്. ഞാൻ നിശ്ചിന്തമായി അതിൽ ചുവട് വെച്ച് മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നീങ്ങവേ കുറച്ചകലെയായി ഒരു പ്രകാശരൂപം എൻ്റെ മുന്നിൽ തെളിയുകയാണ്. വരൂ മധുരമായ കുട്ടി. ഈ സ്നേഹ ശബ്ദത്തോടെ എന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ അവ്യക്ത ശരീരത്തിൽ വിരാജിതനായ ശിവബാബയുടെ സ്നേഹ വലയത്തിനുള്ളിലാണ് ഞാനിപ്പോൾ. ബാബ എന്നോട് സ്നേഹത്തോടെ അതിമധുരമായി പറയുകയാണ്, കുട്ടി, ഇതുപോലെ ഈ ചുവടുകൾ വെച്ച് മുന്നേറിയാൽ എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ബ്രഹ്മാവിന് സമാനം അവ്യക്ത ഫരിസ്തിയായി മാറാം. ബാബ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് വദനത്തിലേക്ക് പറന്നുയരുകയാണ്. വദനത്തിൽ വെച്ച് ബാബ എന്നെ അലങ്കരിക്കുകയാണ്. ദൃഷ്ടി നൽകി തിലകം ചാർത്തി വിശ്വമംഗളത്തിൻ്റെ കിരീടമണിയിച്ച് ഹൃദയ സിംഹാസനം എനിക്കായി നൽകുകയാണ്. പരമാത്മ ഹൃദയ സിംഹാസനം പ്രാപ്തമാക്കിയ മഹാ സൗഭാഗ്യശാലി ആത്മാവാണ് ഞാൻ. പരിധിയുള്ള സർവ്വതിൽ നിന്നും ഉപരിയായ അവ്യക്ത ഫരിസ്തയാണ് ഞാൻ. ഫോളോ ഫാദർ ചെയ്ത് കർമ്മബന്ധന മുക്തമാകുന്ന പരമാത്മാ സ്നേഹിയാണ് ഞാൻ. ഏതു പരിതസ്ഥിതിയിലും ഇളകാത്ത ദൃഢസങ്കല്പധാരിയാണ് ഞാൻ. ബാബ കൂടെയുള്ള ഞാൻ സദാ വിജയിയാണ്. ബാബയോടൊപ്പമുള്ള ഈ ഉയർന്ന ആത്മീക സ്ഥിതിയിൽ ഞാൻ സ്വയം അലിഞ്ഞു ചേരുകയാണ്.